തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് BJP ചില നീക്കങ്ങൾ നടത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 100 ദിന കർമ്മ പദ്ധതിയുമായാണ് രംഗത്ത് വരുന്നത്. അങ്ങനെ ഒരു പദ്ധതിയുമായി രംഗത്ത് വന്നാൽ ഈ 100 ദിവസം കൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയുമോ ഈ പല കോർപ്പറേഷൻ സ്ഥാപനങ്ങളും? ഇത് പുതിയ പരിപാടിയൊന്നുമല്ലല്ലോ. BJP ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളായിട്ട് വരും. അത് BJP പണ്ടേയുള്ള പരിപാടിയാണ്. ഇതൊന്നും കാര്യം പല കണ്ടിട്ടില്ല. അതാണ് ഇതുവരെ അവരുടെ ചരിത്രം. എസ്പെഷ്യലി കഴിഞ്ഞ തവണയൊക്കെ അവർ വന്നതാണ് നിങ്ങളുടെ കർമ്മ പരിപാടിയൊക്കെ ആയിട്ട്. പക്ഷെ അതൊന്നും എവിടെയും എത്തിയിട്ടില്ല. ഇത്തവണ വ്യത്യാസം രാജീവാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. രാജീവ് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് അത് റിസൾട്ട് ഉണ്ടാക്കുന്നതിന് മിടുക്കനാണ് പൊതുവെ. അവിടെയും കിടക്കുന്നൊരു പ്രോബ്ലം ഇത് കേരളമാണ്. അപ്പം കേരളത്തിനൊരു പ്രശ്നമുണ്ട്. ഈ ഇലക്ഷൻ സമയത്ത് ഉടായിപ്പൊക്കെ മലയാളി പെട്ടെന്ന് തിരിച്ചറിയും. അല്ലെങ്കിൽ അവൻ്റെ പോക്കറ്റിൽ എന്തെങ്കിലും വരണം, പൈസ വരണം, എങ്കിൽ ചിലപ്പോൾ ചെയ്യും. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെയുള്ള പ്രതിപക്ഷത്തിനെതിരെ വിമർശനം കൊണ്ടുവരിക, നോട്ടീസ് വെക്കുക, വീടുകളിൽ പോവുക, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ കേരളം മൊത്തം എയർ കണ്ടീഷൻ ചെയ്യുമെന്ന് അറിയാം. നിങ്ങളുടെ പരിപാടിയൊന്നും കൊണ്ട് വിലപ്പോവില്ല. ആകെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടായിപ്പാന്ന് അറിയാം. അതോടൊപ്പം തന്നെ ഇന്നലെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായി BJP മാറിയെന്ന് വിലയിരുത്തലുണ്ട്. അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ സംഭവിച്ചു. ഏത് സംസ്ഥാന കമ്മിറ്റി? BJPയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ. ബെസ്റ്റ്. അവർക്ക് ഇപ്പോഴത് മനസ്സിലായത്. കേരളത്തിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷി കുറേ കാലമായിട്ട് BJP ആണ്. കോൺഗ്രസ് അങ്ങനെ അതാണ് വ്യത്യാസം. ഇതിൻ്റെ നമ്മുടെ ക്രൈറ്റീരിയൻ എന്താണെന്നുള്ളതാണ്. കേരളത്തിൽ ഓരോ ഗ്രാമാന്തരത്തിലും സ്വാധീനമുള്ള ഒരു ഗ്രാമത്തെ, ഏതൊരു ഗ്രാമത്തെയും വിചാരിച്ചാൽ സ്തംഭിപ്പിക്കാൻ പറ്റാനുള്ള ശേഷി ശരിക്കും 2 പാർട്ടിക്ക് കേരളത്തിലുള്ളൂ. ഒന്ന് CPM-നാണ്, ഒന്ന് BJP-ക്കാണ്. അതൊരു 2000 തൊട്ട് അങ്ങനെ തന്നെയാണ്. BJP ഇലക്ഷനും ജയിക്കുന്നുണ്ടാവില്ല. പക്ഷേ BJP ഒരു ബന്ദ് പ്രഖ്യാപിച്ചാൽ ആളുകൾ പുറത്തിറങ്ങാൻ പേടിക്കും. അത് അവർ ഇലക്ഷൻ വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതേലും വേണം. പക്ഷെ അതിനുള്ള ശേഷിയുണ്ട്. കോൺഗ്രസ് ഒരു പ്രതിപക്ഷ രീതിയിൽ ഇലക്ഷൻ സമയത്ത് കോൺഗ്രസ് സീറ്റുകൾ നേടുന്നതിന് അടിസ്ഥാനം മാത്രമാണ്. കേരളത്തിൽ നിങ്ങളിപ്പോൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അല്ല, അതെങ്ങനെ സംഭവിക്കുന്നു? ഒരു അടിത്തറയുള്ള പാർട്ടിക്ക് സീറ്റ് ലഭിക്കുന്നില്ല, അടിത്തറ ഇല്ലാത്ത പാർട്ടിക്ക് സീറ്റ് ലഭിക്കുന്നു. 2 കാരണമുണ്ടാണ്. കേരളത്തിൽ BJPക്ക് വോട്ട് ചെയ്യുന്നത് ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾ തന്നെയാണ് BJPയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ കേരളത്തിൽ. BJP എന്ന് പറയുന്നത് കണക്കാണ്. ഇപ്പോൾ BJP ചാണകമായിട്ട് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് പല ഹിന്ദുക്കളും ഇപ്പം ചാണകം ഉപയോഗിക്കുന്നില്ല. അതാണ് സംഭവം. അതിൻ്റെ പുറത്ത് ആളുകൾ കളിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പൊതുവേ BJPനോടൊരു അവേർഷനുണ്ട്. പല കാരണങ്ങളുണ്ട് കേരളത്തിൽ. പിന്നെ BJPൻ്റെ കോൺട്രിബ്യൂഷനുണ്ട്, പുറത്തുള്ള ആളുകളെ പൊപ്പകാരൻ, രണ്ടും കൂടി വരുന്നതാണ്. പിന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ആവശ്യമില്ല. BJP ചെയ്യുന്ന കാര്യങ്ങൾ അതിന് നന്നായിട്ട് ഇവിടെ CPM-ഉം കോൺഗ്രസും മലയാളിക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ കോൺഗ്രസിന് ഇത്രയും വലിയ അടിത്തറ സ്വാതന്ത്ര്യ സമരം കാലം തൊട്ടേ ഇവിടെയുണ്ട്. BJP അങ്ങനെ അടിത്തറല്ല. RSSനുണ്ട്, BJPക്ക് ഇല്ല. അതാണ് RSSകാർ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന സ്ഥലമാണ് കേരളം. BJPക്ക് ഇല്ല, RSSനുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ BJP ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. അപ്പം BJPക്ക് വോട്ട് ചെയ്യുന്ന ആളുകളും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും. പിന്നെ വേറൊന്ന് ശീലമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതിന് ബന്ധപ്പെടുക. ശീലം BJPക്ക് വോട്ട് ചെയ്ത് ഹിന്ദുക്കൾക്ക് പോലും വലിയ ശീലമല്ല ഇവിടെ. പക്ഷേ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത അവർക്ക് ശീലമുണ്ട്. CPM-ന് വോട്ട് ചെയ്യാത്ത ഹിന്ദുക്കൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാന്നുള്ള ശീലം കേരളത്തിലുണ്ട്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മൈനോറിറ്റി കോൺസെൻട്രേഷനാണ്. പകുതി മൈനോറിറ്റി വരും. ഈ 2 മൈനോറിറ്റിക്കും പൊതുവെ BJPനോടൊരു താല്പര്യമില്ല. എന്നാൽ ഹിന്ദുക്കളിലോ അത് കോമ്പൻസേറ്റ് ചെയ്യാതെ ഹിന്ദു വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്യാൻ നടക്കുന്നില്ല. അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകളിൽ ഏറ്റവും കൂടുതലുള്ള 7 വോട്ടുകൾ CPM-ൻ്റെ അണ്ടറിലാണ്. 4 വോട്ടുകളാണ് കോൺഗ്രസും പ്ലസ് BJP ആയിട്ട് സ്പ്ലിറ്റ്. ദളിത് വോട്ടുകൾ പൊതുവെ ദളിത് ആദിവാസി ആ മേഖലകളിലൊക്കെ പൊതുവെ അത് CPM-ന് അനുകൂലമായിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ RSSന് അടുത്തതുണ്ട്, അത് ശരിയാണ്. പക്ഷെ അത് BJPൻ്റെ വോട്ട് സീറ്റുകളായി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല. ആളുകൾ അപ്പം എന്തായാലും ഈ വിലയിരുത്തൽ അപ്പോൾ കുറച്ച് ഓവറായി പോകില്ലേ? പ്രതിപക്ഷമാണെന്ന്. പ്രതിപക്ഷമാണ് അവരാണ് പ്രതിപക്ഷം എന്ന് വെച്ചാൽ ഭരണപക്ഷത്തിന് അദ്ദേഹം ഏറ്റവും ശക്തമായ സംഘടിതമായ ഫോഴ്സ് അവരാണ്. മറ്റേത് ഇലക്ഷൻ സമയത്ത് കിട്ടുന്ന വോട്ട് മാത്രമേ ഉള്ളൂ. ഒരു ഗ്രാമം സ്തംഭിക്കണ ചെയ്യാൻ കോൺഗ്രസ്സുകാർക്ക് സ്തംഭിപ്പിക്കാനും പറ്റില്ല. പക്ഷെ RSSന് പറ്റും. 10 കോൺഗ്രസ്സുകാരന് തുല്യനാണ് ഒരു RSSകാർ. അയാൾ എന്ത് ചെയ്യും അത് തീരുമാനിച്ചാൽ? കോൺഗ്രസ് തന്നെ അങ്ങനെ കുടുംബം കുട്ടികളൊക്കെ ഉള്ളത്. CPM-മാർ നിങ്ങൾ തന്നെയാണ്. കുടുംബം കുട്ടികളൊക്കെ ഉണ്ടാവും, പാർട്ടി നോക്കിക്കോളൂ. കോൺഗ്രസ്സുകാരെ
പാർട്ടിക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത് കൃപേഷും ശരത്ലാലിനെ കണ്ടിട്ടുണ്ട്. അവർ അത് വലിയ വിഷയമായതുകൊണ്ട് അവർ നോക്കുന്നുണ്ട്. മിക്ക രക്തസാക്ഷികളെയും കുടുംബം അത്ര നല്ല അവസരമൊന്നുമല്ല. സുധാകരൻ കുറേയൊക്കെ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും CPM-ൻ്റെയോ അല്ലെങ്കിൽ RSSO കൊടുക്കുന്ന പിന്തുണയും കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ആ ഒരു മലബാർ മേഖലയിലായതുകൊണ്ടായിരിക്കും ഈ പരിഗണന ലഭിക്കുന്നില്ലേ കൃപേഷ്? അതുകൊണ്ട് അത്രയും മലബാറിൽ തന്നെ കിട്ടാത്ത ഒരുപാട് ആളുകളെ കണ്ടു കുടുംബക്കാർ. അതുകൊണ്ടല്ലേ കണ്ണൂർ കോൺഗ്രസ്സുകാർ ചാകാൻ തയ്യാറായി പോകാത്തത്. അത് വലിയ വിഷയമായി മാറി. അത് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വലിയ വിഷയമായി മാറിയതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം. പക്ഷേ BJP ആണ് ഇവിടുത്തെ ആ രീതിയിൽ നോക്കുമ്പോൾ ജനകീയ പ്രതിപക്ഷം BJP ആണ്. പിന്നെ അവരുടെ സമരങ്ങളൊന്നും അങ്ങോട്ട് വെളിച്ചം കാണുന്നില്ല. അല്ല, സമരങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പാളിപ്പോകുന്നു. പലപ്പോഴും സമരങ്ങൾ കേരളത്തിൻ്റെ ഒരു സ്വഭാവം വിട്ടിട്ട് അതിശക്തമായ വർഗീയതയിലേക്ക് അതിൻ്റെ സ്പോക്സ് പേഴ്സൺസും ആവും. പലപ്പോഴും മുസ്ലിം വിരുദ്ധത നാവുന്ന് ചാടി വരും. ഇപ്പോൾ ഇനി രാജീവിൻ്റെ അണ്ടർ ചാടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതർവൈസ് ചാടി വരികയായിരുന്നു. അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിരുദ്ധതയും ചാടി വരും ഇടയ്ക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം വെച്ചാൽ ജനങ്ങളകറ്റും. ഇപ്പോൾ ഹിന്ദുക്കൾക്ക് തന്നെ അങ്ങനെ കണ്ണു അടച്ച ആളുകളെ ഇപ്പോൾ ഈ കുറ്റം പറയുന്ന ഏറ്റവും കൂടുതൽ അങ്ങനെ വെറുതെ ആളുകളെ മതത്തിൻ്റെയും ജാതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റം പറയുന്ന ഇഷ്ടമില്ലാത്ത ആളുകൾ ഹിന്ദുക്കളാണ്. അത് നമ്മളിപ്പോൾ ഈ കമൻറ്റുകൾക്കടിയിൽ നിന്ന് ഫേക്ക് ഹിന്ദു നെയിമിലൊക്കെ ഓരോരുത്തന്മാർ വന്ന് ചെയ്യും. അത് നമുക്ക് മനസ്സിലാവും എവിടെ നിന്ന് വരുന്നത്. നമുക്കറിയാം. ഈ മതത്തിൻ്റെയും ജാതിയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ. അവർ മതമാണ് അവരുടെ ഫസ്റ്റ് മാനദണ്ഡം. ഇപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അതില്ല. അപ്പം ഈ ഫാക്ടറൊക്കെയാണ്. അപ്പോൾ ഈ 100 ദിന കർമ്മ പദ്ധതി ഒരു വിജയമായി മാറുമെന്ന് സാറ് പ്രതീക്ഷിക്കുന്നു? അത് രാജീവ് ആയതുകൊണ്ട് ചിലപ്പം വിജയിക്കും. പക്ഷെ എന്തെങ്കിലും നൂതനമായിട്ട് കേരളത്തിൻ്റെ സെൻസിബിലിറ്റി അറിഞ്ഞുകൊണ്ട് മലയാളിയുടെ പോക്കറ്റിൽ എന്തെങ്കിലും എത്തുന്ന കാര്യമായിരിക്കണം. അതല്ലാതെ ഈ ഇലക്ഷൻ സമയത്ത് ഗിമ്മിക്ക് ഇവരെക്കാട്ട് നന്നായി കളിക്കാൻ കോൺഗ്രസ്സുകാർക്കും BJP-ക്കാർക്കും CPM-മാർക്കും അറിയാം. പിന്നെ BJP-ൻ്റെ ആവശ്യമില്ല. ഉപ്പിലും ഈ രാജീവ് ലോക്സഭയിൽ മത്സരിക്കാൻ വന്നപ്പോൾ ആകെ ലഭിച്ചത് 1 മാസത്തോളം മാത്രമായിരുന്നു. അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പ്രസിഡന്റ് ആയപ്പോൾ. അദ്ദേഹം പ്രസിഡന്റ് ആകുന്നു. ഇനി 1 വർഷത്തിനിടെ 2 തെരഞ്ഞെടുപ്പ് അങ്ങ് വരികയാണ്. രാജീവ് എന്നിട്ട് ഇത്തിരി എത്തിയില്ലേ? പണ്ട് നിങ്ങളൊക്കെ തന്നെ ഒന്ന് സഹായിച്ചു. നിങ്ങളൊക്കെ RSS സഹായിച്ചെന്ന് അയാളെ ജയിച്ചു പോയിരുന്നു. അത് സഹായിക്കത്തില്ല. ഇപ്പോൾ എനിക്ക് രാജീവ് എവിടെയെങ്കിലൊക്കെ എത്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവർ അതാണ് ഈ പാലം അല്ല, സമയം നല്ലത്. കുറേ ആളുകൾ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. വോട്ട് ചെയ്തിരുന്ന രാജീവ് ജയിക്കായിരുന്നു. അതിപ്പോൾ ഇനിമേ രണ്ടാമത് ഞാൻ പറയണം. ഞാൻ പിന്നെ അവർക്ക് വിഷമമുണ്ടായി വിചാരിച്ചിട്ടാണ്. ഈ തിരുവനന്തപുരം സിറ്റി മണ്ഡലത്തിൽ എങ്ങനെയാണ് സൗത്തിൽ എങ്ങനെയാണ് രാജീവ് രണ്ടാമത് പോയത്? അവർ രാജേട്ടൻ ഒന്നാമതെന്നാണല്ലോ എന്ന് പറ. ഇത് ഞാനിത് വെറുതെ പറയുന്നതല്ല, അവർക്ക് ഉള്ളിൽ തന്നെ അറിയാം. അപ്പോൾ രാജീവിന് പണി അതാ, അതിനുള്ള സപ്പോർട്ട് സിസ്റ്റത്തിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ് പ്രധാനം. അല്ല, അതാണ് സൂചിപ്പിക്കുന്നത്. ഈ അദ്ദേഹത്തിന് ഈ സമയം ലഭിക്കുമോ? ഈ ഒരു സമയം ഇതൊക്കെ മതിയാവും. പക്ഷെ രാജീവ് ഒരു പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെന്ന് നാട്ടുകാർക്ക് തോന്നുന്നു. പെട്ടെന്ന് അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ മാറ്റാൻ കഴിയുമോ? മാറ്റാൻ പറ്റുമെന്നാണ് രാജീവ് കാണിച്ചത്. ഷഹീദ് തരൂരിന് ഇതുവരെ അയാൾ ഇലക്ഷന് പേടിച്ചിട്ടില്ല. കഴിഞ്ഞ അയാൾ പേടിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടത് ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു എന്നുള്ളതാണ്. രാജീവിൽ ആളുകൾക്ക് പ്രതീക്ഷയുണ്ട്. സുരേഷ് ഗോപിയിൽ തൃശ്ശൂർക്കാർക്കുള്ള പോലെ നല്ലൊരു പ്രതീക്ഷയുണ്ട്. സുരേഷ് ഗോപി ഞാൻ കേട്ട രാജീവ് പറഞ്ഞിരിക്കുന്നത് ഈ വക്താക്കളോടൊക്കെ ഒരു കാരണവശാലും വർഗീയത പറയരുത്, ഓൺലി വികസനം. വർഗീയത തൊട്ടുപോലും തോന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മലയാളിക്ക് മനസ്സിലാവുന്നതാണ്. ആ മാധ്യമത്തിൽ തന്നെ എന്താണ് ദാവൂദ് ചർച്ച പങ്കെടുത്ത് ദാവൂദ് അതിനിട്ടു. രാജീവ് വർഗീയത പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ദാവൂദാണല്ലേ ഏറ്റവും വലിയ ശത്രു. അയാൾ രാജീവ് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ആളല്ല രാജീവ്. രാജീവിനെ കൊണ്ട് ചിലർ പറയിപ്പിച്ചതാണ് മറ്റേ ബോംബ് സ്ഫോടനമായിട്ട് വന്നത്. അത് തന്നെയാണ് രാജീവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ അംഗീകാരം. നവരതാവുന്ന രാജീവിനെ പറ്റി എങ്ങനെ പറ്റുന്നത് അത്ര എളുപ്പമുള്ളതായിരുന്നല്ല. അപ്പോൾ അത് രാജീവിന് പറ്റും. അതിനുള്ള സപ്പോർട്ട് കിട്ടണം. 2 ഈ സ്ട്രാറ്റജി എന്താണെന്ന് അറിയണം. അതേ ഇലക്ഷൻ സമയത്ത് കഴിഞ്ഞ തവണ ചെയ്ത പോലെ ഒന്ന് ആ ചേട്ടാ എല്ലാം നമ്മൾ ശരിയാ കേരളം മൊത്തം എയർ കണ്ടീഷൻ ചെയ്ത് തരാൻ വന്നിട്ടും കാര്യമൊന്നുമില്ല. നടക്കാത്ത കാര്യമാണ്. നടക്കുന്ന കാര്യങ്ങൾ പറയാം, അത് നടത്തി കൊടുക്കുന്ന ഫീൽ ഉണ്ടാക്കുക, അങ്ങനെ കാണാൻ പറ്റും. പിന്നെ ക്രിസ്ത്യൻസിന് ഇപ്പോൾ ഒരു താല്പര്യം വന്നിട്ടുണ്ട്. മുസ്ലിംസിന് പണ്ടത്തെ വെറുപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പണ്ടത്തെ വെറുപ്പ് എനിക്ക് കിട്ടുന്ന ഫീൽ അനുസരിച്ച് പണ്ടത്തെ വെറുപ്പില്ല. ഈ BJP വിരുദ്ധ രാഷ്ട്രീയക്കാരും ഈ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ കത്തിച്ച് വിടുന്ന സാധനം കൊണ്ടല്ലാതെ BJPയെ അംഗീകരിച്ചാൽ എന്താണ് എന്നൊക്കെ ഒരു ഫീല് പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ടൈം എടുക്കും. പിന്നെ ഈ നിമിഷപ്രിയൻ്റെ കാര്യത്തിലൊക്കെ കഥവ് ദിവസം ഇടപെട്ടിട്ട് ഇല്ലാതെ സ്ഥാപിക്കുക, അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. നിങ്ങൾ ആരെന്താ പറഞ്ഞാൽ അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്, അങ്ങേർക്ക് സാധിക്കുന്ന പോലെ ഇവിടെ വേറെ ആർക്കും സാധിക്കുകയില്ല അക്കാര്യത്തിൽ. കാരണം എനിക്കറിയാം അങ്ങനെ അയാൾ സൂഫിയല്ല, ഒരു സൂഫികൾ സുന്നികൾ പല കാര്യത്തിലും മൗനത്തിലാണെന്ന വിമർശനം ഇപ്പോൾ ഉണ്ട്. അത് പല കാര്യത്തിലും മൗനത്തിലാണ് രാജീവ്.
രാജീവ് വെറുതെ പോയി പ്രതികരിക്കണം, കാര്യം നടന്നാൽ പോരെ. രാജീവ് മണ്ടേ പറയുന്നത് കാര്യം നടക്കാന്നുള്ളതല്ല, വെറുതെ പോയിട്ട് പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതന്നെ നിങ്ങൾക്ക് കൂടെ കണ്ട് ശീലം. രാജീവ് എപ്പോഴാണ് ഒരുപാട് സംസാരിച്ചിട്ടുള്ളത്? മന്ത്രിയാവും സംസാരിച്ചു. നിങ്ങൾ രാജീവ് നേരിട്ടൊന്ന് സംസാരിച്ചു നോക്കും, അയാൾ കൃത്യം വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും. വെറുതെ അത് അയാളെ രീതിയല്ല, അയാളൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ആ മാറ്റം മലയാളിക്ക് ഒരുവശം ഇഷ്ടപ്പെടാം. അവിടെയാണ് ഞാൻ ഇതിൻ്റെ ഒരു വിജയം കാണുന്നത്. അല്ലാതെ സ്ഥിരം BJP ഉടായ്പൊന്നും കേരളത്തിൽ നടക്കില്ല. കാരണം അതിൽ വലിയ ഉടായ്പ അറിയുന്ന ആളുകൾ കേരളത്തിൽ മറ്റു രാഷ്ട്രീയക്കാർ, അതിൽ CPM വരെ ഡെലിവർ ചെയ്യുന്ന ആളുകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.